കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കുകയും തുടർന്ന് അല്പസമയം തിരുവചനം നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 and verse 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടോ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. Praise the Lord. 5-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. That he lived a life that was well pleasing. ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു. That he pleased God. He pleased God. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ടാണ് പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കാം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും. നോക്കുക, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ. ഹി വാസ് സോ ഷുവർ ഓഫ് ദ എൻഡ് ഓഫ് ദ റോഡ്. പോളിന് നമ്മളെല്ലാം എവിടെ ചെന്ന് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരാശങ്കയുമില്ല. We are, whether we like it or not, all of us, എല്ലാവരും ചെന്ന് ചേരും. ഈ ജീവിതം താൽക്കാലികമാണെന്നുള്ള ആ ബോധത്തിൽ പോൾ പറയുന്ന വാക്കുകളാണ് നമ്മളവിടെ വായിക്കുന്നത്. Since we must all appear before the judgment seat of Christ. The final goal of, or the final thing about Christian life is that we all have to stand before the judgment seat of Christ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നമ്മളെല്ലാവരും നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പോൾ പറയുക, അതുകൊണ്ട് it doesn't matter to me whether I live or die. That's the meaning, whether in the body or out of it. It doesn't matter. What happens to this mortal frame ultimately doesn't happen. Ultimately it doesn't matter. മനുഷ്യനെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ദൈവമക്കളെയും അതിലോട്ട് തള്ളിവിടാൻ പിശാചെന്ന് അവൻ്റെ ഏജൻസിനെ ഒത്തിരി പേരെ സഭകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോ പറഞ്ഞാലും പണ്ട് കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അൾട്ടിമേറ്റ്ലി 4 കാലേ വീണാലും 3 കാലേ വീണാലും ദാറ്റ് ഈസ് ദ എയിം. പിന്നെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഇപ്പം യേശു സഹായിക്കാനുമുണ്ട്. പിന്നെ എന്നോ വേണം? സന്തോഷം. ശത്രുവിനെ വെട്ടി നിരത്താൻ യേശുവുണ്ട്. ആരാ ശത്രു? ഓഫീസിലെ ബോസാ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാ. The devil has placed his agents in the church
to let us hear what our itching ears want to hear. നമ്മുടെ കർണരസകരമായത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം പിശാച് അവൻ്റെ ഏജൻസിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് പോൾ വിൽ ഹാവ് നൺ ഓഫ് ദാറ്റ്. പോൾ സേസ്, പോൾ എന്നാ പറയുന്നേ, ഞാൻ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പം ലാഭമെന്ന് എനിക്ക് തോന്നിയിരുന്നതൊക്കെ ഇപ്പം എന്താ, ഛേദമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ അതിനെ ചവറെന്നുണ്ടെന്ന്, ചവറാണ്, റെഫ്യൂസാണെന്ന്. ഹി ടോക്സ് അബൌട്ട് എന്താ, ഇസ്രായേൽ ജാതിക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ആ സോ കോൾഡ് സ്പിരിച്വൽ തിങ്സ്. He is so conscious about his pedigree, his ancestry, which for a എന്താ പറയുന്നേ, ഒരു ഭൗതിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണ്. എന്നാൽ പോൾ പറയുന്നു, ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ക്രിസ്തുവിനെ കാണാത്തവർക്കാണ് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നത്, വലിയ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും വലിയ കാര്യമല്ല. അൾട്ടിമേറ്റ്ലി ആ കർത്താവിൻ്റെ വർത്ത് മനസ്സിലാക്കിയാൽ, പോള് ഫിലിപ്പീൻസിൽ പറയുന്നത്, ദ എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. And once he caught a glimpse of the glory of the Lord, he says, I don't care what happens to me, what happens to this mortal frame. I don't care. But my aim, my goal in life is to please him. അതുകൊണ്ടാണ് പറയുന്നത്, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞാൻ അഭിമാനിക്കുന്നു. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ഏകദേശം 30 വർഷത്തെ തൻ്റെ ജീവിതത്തിന് പിതാവാകുന്ന ദൈവം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുവരെ ഒരു പ്രസംഗവും ചെയ്തില്ല, അതുവരെ ഒരു സിനഗോഗിലും ഉപദേശിച്ചില്ല. സിനഗോഗിൽ പോകുമായിരുന്നു നിശ്ചയമായിട്ടും, പക്ഷെങ്കിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ റോളിൽ അല്ലെങ്കിൽ ഒരു അത്ഭുതം ചെയ്യുന്ന ഒരുവനെ പോലെയൊന്നും കർത്താവിനെ അന്നുവരെ ആരും അറിഞ്ഞില്ല. നിശ്ചയമായിട്ടും ഭവനത്തിലെ മൂത്ത പുത്രൻ എന്ന നിലയിൽ ആ കുടുംബത്തിൻ്റെ ബേർഡൻ മുഴുവൻ കർത്താവ് തോളിൽ വഹിച്ചു. ആ കർത്താവിനെ കുറിച്ച് പറയുന്ന, ഇവൻ തച്ചനല്ലയോ? സോ ഹി വാസ് വർക്കിംഗ് ഹാർഡ്, അധ്വാനിക്കുകയായിരുന്നു. അധ്വാനത്തിൻ്റെയും ബദ്ധപ്പാടുകളുടെയും കുടുംബത്തിൻ്റെ ആ പ്രാരാബ്ദങ്ങളെ മൂത്ത പുത്രൻ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത obscure 30 years of our Lord. Nobody knew about that except for the mention of him coming into the temple and dialoguing with the scribes and Pharisees of his day. Except for that instant, we don't read about our Lord Jesus Christ 30 years of unknown, obscure years. But the Father, those unknown years, the Father publicly approves. He set a seal of approval that he is my
beloved Son, in whom I am well pleased. അപ്പം അതിൻ്റെ കാരണം എന്താ? അതിന് കാരണം all those 30 years, just as Enoch walked with God. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ സമ്പൂർണ്ണ മനുഷ്യനാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ നിത്യ ജീവിതത്തിൽ ഈ ലോകത്തിലെ സകല ബേർഡൻസും രോഗം ശീലിച്ചവനായിട്ടും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പോലെ കോമളത്വമില്ലാത്തവനായി വലിയ സവിശേഷതയൊന്നും കർത്താവിനില്ലായിരുന്നു ഫിസിക്കലി. ഇന്ന് ചിത്രങ്ങളിൽ കാണുന്നത് പോലെ കർത്താവിൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവളയമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യൂദ വന്ന് ഒറ്റിക്കൊടുത്ത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മുക്കുവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ യേശു നിന്നാൽ മറ്റാർക്കും തിരിച്ചറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. മനസ്സിലാക്കണം. ആൻഡ് ദോസ് 30 years was well pleasing before the Father. അപ്പോൾ ജീവിത കാര്യങ്ങളിൽ, ജീവിത പ്രാരാബ്ദങ്ങളിൽ ഇടപെടുമ്പോൾ തന്നെ ഒരു ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവാണ്. ജീവിത പ്രാരാബ്ദങ്ങളിൽ. അപ്പോൾ അതിൻ്റെ കാര്യം എന്നറിയാമോ? അതിൻ്റെ കാര്യം കർത്താവിൻ്റെ ആ എഴുതപ്പെട്ട ജീവിതം വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എഴുതപ്പെട്ട ജീവിതത്തിൻ്റെ രഹസ്യം, he used to preach the whole day, he used to teach the whole day, but when evening came he used to draw near to the Father. അപ്പം അങ്ങനെയാണെങ്കിൽ this is reasonable for us to suppose after a hard working day, he, being a human, would always want to spend time with his Father. And that life was well pleasing before the Father. അല്ലേ? നമ്മുടെ കർത്താവിൻ്റെ ആ രഹസ്യ ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആ 30 വർഷങ്ങൾ അധ്വാനത്തിൻ്റെയും പ്രാരാബ്ദങ്ങളുടെയും നടുവിൽ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പിതാവിനോടൊത്ത് സമയം ചെലവഴിക്കുന്നതായിരുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിൻ്റെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് പിതാവ് പറയുന്നത് ഐ എം വെൽ പ്ലീസ്ഡ്. പ്രിയപ്പെട്ടവരെ, വെൽ പ്ലീസിങ് ലൈഫ് നയിക്കാൻ ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻഫാക്റ്റ് മെനി ഹു പ്രീച്ച്ഡ് ഐ ഫിയർ may be ashamed. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, മിനിസ്ട്രി ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഏതാ മിനിസ്ട്രി എന്നറിയാമോ? Ministering to the Lord is far more important than the public ministry. സാമുവലിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. He ministered unto the Lord. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തെന്ന്. That is the most important thing. That is the most important thing. Ministering to people is secondary. രണ്ടാമത്തെ കാര്യമാണ്. ബട്ട് മിനിസ്റ്ററിങ് ടു ദ ലോർഡ് ഈസ് ദ പ്രൈമറി തിങ്. അതുകൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ
നമ്മൾ താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ ജീവിതം വെൽ പ്ലീസിങ് ആയിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ തുടർന്ന് പറയുവാനായി താല്പര്യപ്പെടുക. അപ്പോൾ പോൾ പറയുന്ന ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായിരുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു ജീവിതം നയിപ്പാൻ കഴിയുന്നത്? ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ 2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടു മുകളിൽ. ഒന്ന് ഹാബേലിനെ കുറിച്ച് നമ്മൾ കണ്ടു, 2 ഹാനോക്കിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഹാബേലിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫറിങ്, ഒരു വഴിപാട്. 2 ഹാനോക്കിനെ കുറിച്ച് ഹാബേലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഒക്കേഷണലായിട്ടുള്ള കൂടിവരവോ ഒക്കെ അത് നമ്മളെ പഠിപ്പിക്കുന്നു. ദ ബെസ്റ്റ് നമ്മൾ കർത്താവിന് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ വിശ്വാസത്താൽ അർപ്പിക്കുന്നു. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസത്താലുള്ള അർപ്പണമാണ്. അത് എന്തു ആകട്ടെ, മൈ അറ്റ്മോസ് ഫോർ ഹിസ് ഹയസ്റ്റ്, ആ ചിന്തയിൽ കർത്താവിന് അർപ്പിക്കുന്നത്. 2 ഹാനോക്കിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ദ ഹോൾ ലൈഫ് ബിലോങ്സ് ടു ഗാഡ്. ഇറ്റ് ഈസ് സോ ലൈഫ് ഓഫ് ഫെയ്ത്ത് ഈസ് നോട്ട് ആൻ ഒക്കേഷണൽ തിങ്. സാന്ദർഭികമായിട്ട് വല്ലപ്പോഴുമുള്ള ഒരു കാര്യമല്ല വിശ്വാസ ജീവിതം. വല്ലപ്പോഴുമുള്ള എക്സെപ്ഷണലായിട്ടുള്ളതും വിശ്വാസത്താലായിരിക്കണം. അതാ ഹാബേലിൻ്റെ ജീവിതം. അല്ലാതെ വിശ്വാസമില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഹാനോക്കിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദ ഹോൾ ലൈഫ് ബിലോങ്സ് ടു ദ ലോർഡ്. ദ ഹോൾ ലൈഫ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ഹാനോക്ക് മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം അവൻ ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ആ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തുമ്പം ആ റിയാലിറ്റിയെ നമ്മളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി വാസ് എ ഫാമിലി മാൻ വിത്ത് ഓൾ ദ പ്രോബ്ലംസ്, വിത്ത് ഓൾ ദ എന്താ പറയുന്നേ, ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതിൻ്റെ പ്രാരാബ്ദങ്ങളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ വാട്ടെവർ അതെല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷെങ്കിൽ അതോടൊപ്പം ഹാനോക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോഴും വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ആ വിശ്വാസ ജീവിതം ദൈവത്തോട് കൂടെ നടക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെ നടന്ന് the more he walked with God, the more distant he was from earth, and finally it was almost heaven. And the Lord said, Enoch, now heaven is shorter to you than your earthly home. There came a day. അങ്ങനെ കർത്താവിനോട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ഭൂമിയുമായിട്ട് അകലം കൂടി, സ്വർഗവുമായിട്ട് അകലം കുറഞ്ഞു. Now നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് കർത്താവ് പറഞ്ഞു. See, this is what is called walk of faith. ഇതിൻ്റെ പേരാണ് വിശ്വാസത്താലുള്ള ജീവിതം. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, നമ്മൾ നേരത്തെ വായിച്ച ആ വേദഭാഗത്തിൻ്റെ മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 2 കൊരിന്ത്യർ എടുക്കണ്ട 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര. ഞങ്ങളൊന്നും കണ്ടുകൊണ്ടൊന്നുമല്ല നടക്കുന്നത്, പക്ഷേ ഞങ്ങളൊരു കാര്യം കാണുന്നുണ്ട്, അത് ഞങ്ങൾക്ക് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ നടക്കുന്നത്, അത് ഞങ്ങൾ വിശ്വാസത്താൽ. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ആ വിശ്വാസ ജീവിതം, ഇറ്റ് ഈസ് സോ വെൽ പ്ലീസിങ് ടു ഗോഡ്. അപ്പോൾ 2 വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടു. ഒന്ന് ഏബൽ, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. പക്ഷേ ഇവരുടെ 2 പേരുടെയും ജീവിതത്തിൻ്റെ ഒരു സവിശേഷത, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഇത് പുതിയ നിയമത്തിലെ ഒരു നൂതന ഉപദേശം അല്ല. പിന്നെ എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലുമുണ്ട്. അത് പോൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ വിശ്വാസ ജീവിതം, ദൈവത്തിന് പ്രസാദകരമാകുന്ന ജീവിതത്തിൻ്റെ ഒരു പര്യായ പദമാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളത്. അത് ആ ഹാനോക്കിൻ്റെ ജീവിതം കൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, എ ലൈഫ് ദാറ്റ് ഈസ് വെൽ പ്ലീസിങ് ടു ഗോഡ് ഈസ് ഡ്രോയിങ് നിയർ ടു ഹിം and walking closely with him. ദൈവത്തിന് പ്രസാദകരമാകുന്ന ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് അടുക്കുക. നാം മനസ്സിലാക്കണം, അവിശ്വാസികളാരും ദൈവത്തോട് അടുക്കുന്നില്ല. കാരണം നാം അകലെയായിരുന്നെന്ന വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 1-2 വാക്യങ്ങൾ വായിച്ചു. എഫേസ്യർ 2:13, 4:19. നോക്കുക, we were far away. നമ്മൾ ദൂരസ്ഥരായിരുന്നു. ഇപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ ദൈവം എന്ത് ചെയ്തു? നമ്മളെ സമീപസ്ഥരാക്കി. അതാണ് അകലെ ആയിരുന്നു നമ്മൾ, ഇപ്പം നമ്മൾ അടുത്തു വന്നു. അതുതന്നെയാണ് 4:19 നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന്, വായിച്ചു, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ. ഇതാ ദൈവത്തിൽ നിന്ന് അകന്ന ഒരുവന്റെ പിക്ചറാണ് പോൾ പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ഒരു ലക്ഷണമായത്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളെ ദൈവം വിടുവിച്ചത്. പക്ഷെങ്കിൽ പാട്ടുകാരൻ പറയുന്നത് പോലെ പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി ഒരു ദിവസം ശോഭിത നീതിവസ്ത്രം ധരിപ്പിക്കും. എന്നാൽ അതുവരെ ഇതിൻ്റെ ചില റെസ്യൂഡ്യൂസ്, ചില അവശേഷിപ്പുകളൊക്കെ ഇങ്ങനെ കിടക്കും. കാരണം സമ്പൂർണ്ണമാകുന്ന വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദൈവവചനം ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മളെ വാൺ ചെയ്യുന്നത്. അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പൗലോസിൻ്റെ ലേഖനത്തിലൊക്കെ പറയുമ്പം അത് വർക്ക് റൈച്ചസ്നെസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനല്ല. അത് വിശ്വാസത്താൽ തന്നെ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വാണിങ്സും
ഈ കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും അതുപോലെ നടക്കരുത് എന്ന് പറയുമ്പോൾ വി ആർ വെരി മച്ച് കേപ്പബിൾ ഓഫ് വാക്കിംഗ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയുള്ള കുശുമ്പും കുന്നായ്മയും വിദ്വേഷവും, എന്തിനേറെ ആ ഗ്രഡ്ജും, അതൊക്കെ പല ഫോമായിട്ടാണ് പുറത്തു വരുന്നത്, പല നിലകളിലാണ് വരുന്നത്. അതുകൊണ്ട് ലേഖനങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദിസ് ought not to be your walk. നിങ്ങൾ ഇങ്ങനെ നടക്കരുത് എന്ന് പറയുന്നത് വിശുദ്ധന്മാരോട് പറയേണ്ടതിൻ്റെ കാര്യം അതാണ്. കാരണം അവരെ ട്രെയിനപ്പ് ചെയ്യുക. ഇൻ അതർ വേർഡ്സ്, വി ആർ ബീങ് സാങ്ക്ടിഫൈഡ് ഈവൻ ഇൻ ദോസ് പ്ലേസസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമ്മളുടെ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് നടക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിൽ അത്യാഗ്രഹത്തോടെ സകലവിധ അശുദ്ധിയും പ്രവർത്തിപ്പാൻ നമ്മൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നവരായിരുന്നു. വി വർ ഫാർ ഓഫ്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. എന്നാൽ ഇപ്പോൾ എബ്രായർ 7:25 ഒന്ന് വായിച്ചോളൂ. ഹീബ്രൂസ് 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി നോക്കുക. അപ്പോൾ അവിശ്വാസികളായിരുന്ന നമ്മൾ ഒരിക്കൽ വി വർ ഫാർ ഓഫ്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നവരായിരുന്നു. നോ ലൈഫ്, ജീവനില്ലായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. മരിച്ച അവസ്ഥയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ദൈവം ജീവിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ജീവനുള്ളവരായത്. മരിച്ചവരായിരുന്നു. എന്നാൽ അങ്ങനെ ആ മരണത്തിൽ നിന്ന് നമുക്ക് ജീവൻ തരിക മാത്രമല്ല, പിന്നെ അവൻ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ അകന്നിരുന്നു, എന്നാൽ ഇപ്പം നമ്മൾ സമീപസ്ഥരായി ക്രിസ്തുയേശുവിൽ. എന്നാൽ അതേ സമയം തന്നെ we come to God through him. We come to him. നാം ദൈവത്തോട് അടുക്കുകയാണ്. മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ കണ്ടു, we were far off, അകന്നിരുന്നവരാ, ദൂരസ്ഥരായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെ എങ്ങോട്ടാക്കി? സമീപസ്ഥരാക്കി. ദാറ്റ് ഈസ് അവർ പൊസിഷൻ. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ യേശു കർത്താവിൽ കൂടെ ദൈവത്തോട് അടുത്തു. അത് നമ്മുടെ പൊസിഷനാണ്. എന്നാൽ ആ പൊസിഷൻ നമുക്ക് റിയൽ ആകുന്നത് എങ്ങനെയാണെന്നറിയാമോ? We come to God through Jesus every day of our life. അകന്നിരുന്നു, അടുത്തു വന്നു. പക്ഷേ അടുത്തു വന്നവരെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തോട് അടുക്കുന്നവർക്ക്. അപ്പോൾ ഒരിക്കൽ ദൂരസ്ഥരായിരുന്നു, സമീപസ്ഥരായി. എന്നാൽ സമീപസ്ഥരായവരുടെ എന്താ പറയുന്നേ, ആ ലൈവായിട്ടുള്ള റിയലായിട്ടുള്ള ദൈവിക സാന്നിധ്യത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ആ എക്സ്പീരിയൻസിനാണ് ദൈവത്തോട് അടുക്കുക.
അങ്ങനെ അടുക്കുന്നവർക്ക് വേണ്ടി there is a powerful intercession on behalf of me, because by nature I don't deserve to draw near to him. സ്വഭാവത്താൽ ദൈവത്തോട് അടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ്സും എൻ്റെ ജീവിതവും തമ്മിൽ വലിയ there is a gap of so many light years when we compare our worthiness and God's holiness. Light years apart. Even when we are saved, അകന്നിരുന്ന നമുക്ക് അടുത്തവരായി നമ്മളെ കൊണ്ടുവന്നപ്പോഴും ദൈവത്തോട് അടുക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ there is a high priest. എന്താ എൻ്റെ കാര്യം? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ, it is only because of the intercession of our great high priest, നമ്മുടെ നല്ല മഹാപുരോഹിതൻ്റെ പക്ഷവാദത്തിൻ്റെ ബേസിസിലാ നമ്മൾ ആരോടടുക്കുന്നത്? ദൈവത്തോടടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവത്തോടടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം കേവലം അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. പിന്നെയോ വിശ്വാസത്തിലായിരിക്കുന്നവരോടാ പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് without faith it is impossible to please him, for whoever would draw near to God, ദൈവത്തോട് അടുക്കുന്നവർ അതുകൊണ്ടാണ് ആസാഫ് ഒരു ദൈവ പൈതലായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ താൻ ദൈവ പൈതലായിരുന്നിട്ടുകൂടി ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു. അകന്ന് ജീവിക്കുന്നതിൻ്റെ ക്ലാസിക് സിംറ്റം എന്താണെന്നറിയാമോ? ഈ അകന്ന് ജീവിക്കുന്നവനാ, ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവനാ അയലോക്കക്കാരൻ്റെ വലിയ വീട് കാണുമ്പോഴത്തേന് ഭയങ്കര പ്രശ്നമാണ്. സങ്കീർത്തനം, ഏത് സങ്കീർത്തനമാണ് ഞാനീ പറയുന്നേ? 73-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്ക്. അസൈൻമെൻറ്റ് തരിക, വീട്ടിൽ പോയി വായിച്ചു നോക്ക്, നന്നായിട്ട് വായിച്ചു നോക്ക്. ഞാനിങ്ങനെ ഭക്തിയോടെ ജീവിച്ചിട്ട് എന്നാ കാര്യം? ആരുടെ പ്രശ്നമെന്നറിയാം ഇത്? ദൈവത്തെ അറിയാത്തവരുടെ പ്രശ്നം. ദൈവത്തെ അറിയാത്തവരെന്ന് ഞാൻ പറയുന്നത് ദൈവമക്കൾ എന്ന ഗണത്തിൽ പെടുകയും ദൈവത്തോട് ചേർന്ന് നടക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊസിഷണലി നമ്മളെ ദൈവം ദൂരത്ത് അകത്ത് കൊണ്ടുവന്നു. വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ്, അല്ലാത്തവരുടെ അല്ല. എന്നാൽ അങ്ങനെയുള്ളവരുടെയും വലിയ പ്രശ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എ മാൻസ് ലൈഫ് ഡസ് നോട്ട് it does not consist in his possessions, or even I would add, not his positions either. ഒരു മനുഷ്യൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അവൻ്റെ വസ്തുവകയല്ലെന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ വസ്തുവകയോ എൻ്റെ സമ്പൽ സമൃദ്ധിയോ അല്ല
എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളതാ എന്നെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇന്ന് ഈ മോഹങ്ങളാ സഭയെ പ്രസംഗിക്കുന്നത്. മോഹം. പ്രിയപ്പെട്ടവരെ, I really burn with godly anger when I hear such things. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതും അകന്ന് ജീവിക്കുന്നതും തമ്മിലുള്ള ക്ലാസിക്കായിട്ടുള്ള ആ കോൺട്രാസ്റ്റ് കാണണമെങ്കിൽ 73 സങ്കീർത്തനം വായിക്കണം. നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഈ കാര്യമൊക്കെ പറഞ്ഞു വന്നേച്ച് പിന്നീട് ദൈവാലയത്തിൽ ചെന്ന് കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യക്തമാകുന്ന കാഴ്ചപ്പാടിൽ മനസ്സിലാക്കിയപ്പം താൻ പറയുക, അയ്യോ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സോ ആഗ്രഹങ്ങളും വസ്തുവകകളോടുള്ള അമിതമായ മോഹവും വീണ്ടും ജനിച്ച ദൈവമക്കളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ ടെംപ്റ്റേഷൻ ഉണ്ടാകും. പക്ഷേ അതൊന്നും അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്. പോകുന്നത് വരെ ഇത് പറയും, അല്ല മരിക്കുന്നത് വരെ പറയും. അതാ എൻ്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മരിക്കുന്നത് വരെ ഇയാൾ ഇതേ പറയാവേ കർത്താവേ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നത്തിങ് ഐ വാണ്ട്. വേറൊന്നും എനിക്ക് വേണ്ട. പറയുക മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ ആകാനായി കൃപ കൊടുക്കണേ എന്നുകൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഐ വാണ്ട് യു ടു പ്രേ ഫോർ മീ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം, ഇന്ന് ഞാൻ ഈ വാക്യം തന്നെ മുഴുവൻ എക്സ്പൗണ്ട് ചെയ്യുവാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത്, അവിടെ ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതങ്ങനെയല്ല എന്ന് നമുക്ക് തോന്നുമായിരിക്കും. കാരണം എന്നാൽ അങ്ങനെയല്ലെന്ന്, ഇത് അവിശ്വാസികളെക്കുറിച്ച് പറയുന്ന വാക്കല്ല. കാരണം വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രത്യേകിച്ച് ഹാനോക്കിൻ്റെ ജീവിതത്തെ പറഞ്ഞേച്ച് അതിനോട് കൂട്ടിച്ചേർത്താണ് പറഞ്ഞേക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല, ഇമ്പോസിബിളാണ്. അതിന് കാരണം, ഫോർ ഹൂഎവർ വുഡ് ഡ്രോ നിയർ ടു ഗോഡ്, ഡ്രോയിങ് നിയർ ടു ഗോഡ്. സോ ഡ്രോയിങ് നിയർ ടു ഗോഡ് ആൻഡ് പ്ലീസിങ് ഗോഡ് ആർ സിനോണിമസ്. സിനോണിംസ്, രണ്ട് പര്യായ പദങ്ങളാണ്. ഉപദേശപ്രകാരം ദൈവത്തോട് അടുക്കുക എന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതും വേദപുസ്തക പ്രകാരം പര്യായ പദങ്ങളാണ്. ഭാഷയിൽ അങ്ങനെ അല്ലായിരിക്കാം, വേദപുസ്തകത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് പോസിബിൾ ഈവൻ ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ് ടു വാക്ക് ഫാർ അവേ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് കഴിയും. അകന്ന് ജീവിക്കുന്നതിൻ്റെ ക്ലാസിക്കായിട്ടുള്ള സിംറ്റം ഞാൻ പറഞ്ഞു. ഈ ലോകത്തോടുള്ള കാര്യങ്ങളും താല്പര്യവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനപ്രകാരം ഇതെല്ലാം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന കാര്യമാണ് എന്ന ചിന്തയിൽ അങ്ങനെ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. ഉപയോഗത്താൽ ഇതെല്ലാം നശിക്കുന്നതാണ്, ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡിഫൈനിങ് തിങ്, അവനെ ഡിഫൈൻ ചെയ്യുന്നത് ഇതല്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കുക, ഈ ദൈവത്തോട്
ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അടുക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നത് മുഴുവൻ പറയാൻ സമയമില്ലെങ്കിലും പറയാൻ പറ്റുന്ന അത്രയും ഞാൻ പറയാം. ചില വേദഭാഗങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. 4:16 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നോക്ക, ഇതാരോടാ പറയുന്നേ? ദൈവമക്കളോടാ പറയുന്നേ. ദൈവമക്കളോടാ പറയുന്നേ, അവിശ്വാസികളോടല്ല പറയുന്നത്. അപ്പൊ ദൈവമക്കൾക്ക് എന്തോ വേണം? എന്താ നമ്മുടെ ആവശ്യം അവിടെ? കരുണ വേണം, കൃപ വേണം. ഗ്രേസ് ആൻഡ് മേഴ്സി. നമുക്കെല്ലാം ആവശ്യമായിരിക്കുന്നത് ഗ്രേസ് ആൻഡ് മേഴ്സി. അപ്പോൾ ദൈവത്തോട് നമ്മൾ ഡ്രോ നിയർ. Let us then with confidence draw near to the throne of grace, that we may receive mercy and find grace to help in time of need. Time of need. എന്താ നമ്മുടെ ടൈം ഓഫ് നീഡെന്ന് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്? The most important need for me as a human being is, read 14 onwards. ഏറ്റവും വലിയ ടൈം ഓഫ് നീഡ് എന്താ? നമ്മൾ പറയും നമ്മുടെ ടൈം ഓഫ് നീഡ്, എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നു ഒരു സമയത്ത്. അതാ, ഓഫ് കോഴ്സ് അതൊരു ടൈം ഓഫ് നീഡാണ്. അതൊക്കെ കൊച്ചു കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ എത്രയെന്നറിയാം. ഞാനത് ഈ ദിവസങ്ങളിൽ നിന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചുള്ള കാര്യമല്ല, നിങ്ങളാരും അങ്ങനെ ചിന്തിക്കരുത്. മറ്റു പലരോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുക, ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്ര. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളോടും കർത്താവിന് ദയ തോന്നുന്നു, ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നു. ഹീ പ്രൊവൈഡ്സ്. അതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, എൻ്റെ കാര്യമല്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ ടൈം ഓഫ് നീഡിൽ ഷുവർ ഹി ഈസ് ദർ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് ദ മോസ്റ്റ് ഗ്രേറ്റ് നീഡ് ഫോർ മീ ഈസ് ദിസ്. വായിച്ചോ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. നോക്ക്, അപ്പൊ നമുക്കൊരു പുരോഹിതനുണ്ട്. ഈ പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ഈ പുരോഹിതൻ നമ്മൾ കണ്ടു 7:25 ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാസമയവും ഈ പുരോഹിതൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് ദൈവം നാം ചോദിക്കുന്നത് പോലെയല്ല തരുന്നത്. എന്നാൽ ഒരാളേ ഉള്ളൂ, ആ ആളിൻ്റെ പ്രാർത്ഥന എന്നാ ചോദിക്കുന്നത് അങ്ങനെ തന്നെ കൊടുക്കും. അതാരാന്നറിയാമോ? അത് നമ്മുടെ കർത്താവാണ്. അതിന് കാരണം എന്താ? അവിടുത്തെ പ്രാർത്ഥനയും പിതാവിൻ്റെ ഉള്ളത്തിലെ താല്പര്യവും എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് പിതാവിൻ്റെ ഉള്ളത്തിലെ ഇഷ്ടം? ഒന്ന് വായിച്ചോളൂ. തെസ്സലോനിക്കരുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. So the most important will of
God the Father is my sanctification. The most important will. ഒത്തിരി വില്ലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ ബന്ധത്തിൽ. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണം. അത് കുറഞ്ഞ ഒരു ഇഷ്ടം ദൈവത്തിന് ഇല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിൽ. ആൻഡ് he being the loving Father arranges everything in my life, in your life, so as to draw us to him and sanctify us. ദൈവത്തിൻ്റെ ഈ വലിയ ഇഷ്ടം നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ആയതുകൊണ്ട് God does everything in the life of a child of God. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത്, be it financial difficulties, be it health issues, be it some other thing, everything is so arranged by a loving heavenly Father. എല്ലാ കാര്യങ്ങളും സ്നേഹവാനാകുന്ന ഈ പിതാവ് അറേഞ്ച് ചെയ്യുന്നത് എന്തുദ്ദേശത്തോടെ എന്നറിയോ? So that we may be conformed to our elder brother in the family. കുടുംബത്തിലെ ആദ്യജാതൻ അല്ലെ മൂത്ത സഹോദരനാകുന്ന യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28-29 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവിടെ നന്മയെന്ന് പറയുമ്പോൾ പിന്നെ വേറൊന്നും ചിന്തിക്കാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്. ഓ, ദൈവത്തിന്റെ പർപ്പസ് ഇതാ. ഈ പർപ്പസിലാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ പക്ഷപാതം പിതാവ് ഒരിക്കലും നോ എന്ന് പറയത്തില്ല. ദ പ്രെയർ വിൽ ബി ആൻസേർഡ്. അതിലായ എൻ്റെ രക്ഷയും. അല്ലേ ഞാൻ എന്നേ പോയേനെ. ഞാൻ നിത്യതയിൽ ചെല്ലാൻ പോകുന്നതും അതിൻ്റെ വെളിച്ചത്തിലാണ്. എന്തിനേറെ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചാൽ 7-ാമത്തെ അധ്യായത്തിൽ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ഇവരാരാണ്? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. ഇവരാരാന്ന് എനിക്കറിയാമോ? യോഹന്നാൻ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു. അവര് എവിടുന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് പറഞ്ഞാലും പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. പക്ഷേ ഇവര് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്നു. They are now very close to the throne of God. Why? അവരുടെ എന്താ പറയുന്നേ, അവരുടെ മെറിറ്റാണോ? ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടവരാകട്ടോ. എന്തിനേറെ കഷ്ടപ്പെടുക മാത്രമല്ല, ഞങ്ങൾ രക്തസാക്ഷികളാ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നേ. അതാണോ പ്രിയരെ പറയുന്നത്? അല്ല. രക്തസാക്ഷിയാകട്ടെ, രക്തസാക്ഷിത്വ മരണം വരിക്കാത്തവരാകട്ടെ, ഏറ്റവും വലിയ വിശുദ്ധനാകട്ടെ,
ആരുമാകട്ടെ, അപ്പോസ്തലനാകുന്ന പൗലോസ് ആകട്ടെ, യോഹന്നാനാകട്ടെ, പത്രോസ് ആകട്ടെ, ആരുമാകട്ടെ, അവർ ദൈവസന്നിധാനത്തിൽ ചെല്ലുന്നതിന് ഒരു കാരണമേ ഉള്ളൂ: കുഞ്ഞാടിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തം. വാട്ട് ഈസ് അവർ നീഡ്? കൃപ കിട്ടും, കരുണ കിട്ടും ദൈവസന്നിധാനത്തിലേക്ക് ചെന്നാൽ. ഞാൻ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. We are still talking about drawing near to God. ദൈവത്തോട് അടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിശ്വാസാലേ പറ്റൂ. അതാ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ്. ഇനിയും നമ്മൾ വായിച്ച 4 എബ്രായ ലേഖനം 4:14 നമ്മൾ കണ്ടു. A high priest who passed through the heavens. പഴയ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാം? അങ്ങനെ പറയാൻ കാര്യം, he has once for all completed it. മാത്രമല്ല, ഇപ്പോൾ അവിടുന്ന് പിതാവിൻ്റെ വലതു ഭാഗത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഇരിക്കുകയാണ്. ഇല്ലേ? പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ, അതും വർഷത്തിലൊരിക്കൽ, യോം കിപ്പോർ, മഹാപാപ പരിഹാര ദിവസം, അന്നങ്ങോട്ട് ചെല്ലുമ്പോഴും പേടിച്ച് വിറച്ചായിരുന്നത്. വലിയൊരു തൊടൽ കെട്ടിയിട്ടിട്ടുണ്ട് പുറത്തോട്ട്, നമുക്കറിയാം. പേടിച്ചായിരുന്നത്. ചെല്ലുന്നതും രക്തത്തിൻ്റെ ബേസിസിലാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നിൽക്കുകയാണ്. പഴയ നിയമത്തിൽ അങ്ങനെയാണ്, നിൽക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ മഹാപുരോഹിതൻ നിൽക്കുകയല്ല, പിന്നെ എവിടാ? ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്നാ? തൻ്റെ പ്രവൃത്തി അവസാനിച്ചിരിക്കുന്നു. പ്രവൃത്തി കഴിഞ്ഞു. ഏത് പ്രവൃത്തി? കാൽവറി ക്രൂശിലെ പ്രവൃത്തി. ഇനിയും പഴയ പൗരോഹിത്യ പ്രമാണങ്ങളും ആ യാഗങ്ങളുടെ ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആകാശത്തിൽ കൂടെ കടന്നുപോയ ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ജീസസ്, the Son of God. Let us hold our confession. എന്നിട്ട് അടുത്തത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതാ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. For we do not have a high priest who is unable to sympathize with our weaknesses, but one who is in every respect has been tempted as we are, yet without sin. അത് പറഞ്ഞേച്ച അടുത്ത വാക്യം വായിച്ചു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. ആ 2 വാക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഒന്ന്, കരുണ, മേഴ്സി. മേഴ്സി എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. കോടതികളെല്ലാം തൂക്കുകയറ് വിധിച്ച് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴും സുപ്രീം കോർട്ട് എല്ലാ കാര്യങ്ങളും നോക്കിച്ച് പറഞ്ഞു, കീഴ്ക്കോടതികൾ വിധിച്ചതെല്ലാം ശരിയാണ്. വി എഗ്രി വിത്ത് ദ ജഡ്ജ്മെന്റ്. ഇനിയും ശിക്ഷ കാത്തു കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ ആരോ വന്ന് പറഞ്ഞു, പ്രസിഡന്റ് ആംനസ്റ്റി കൊടുക്കുന്ന
ഒരു പതിവുണ്ട് എല്ലാ വർഷവും. ലെറ്റ് us put up our paper. അപ്പോൾ ഇത് ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ കാര്യം പുട്ടപ്പ് ചെയ്യും. ലോകത്തിൻ്റെ ഇതനുസരിച്ച് പ്രസിഡന്റ് ക്യാബിനറ്റിനോടും പ്രൈം മിനിസ്റ്ററിനോടും അഡ്വൈസ് ചോദിക്കും. അതൊക്കെയാണ് അതിൻ്റെ ക്രമം. ഇനിയും പ്രസിഡന്റിന് ഒരു പവറുണ്ട്. അദ്ദേഹം പറയാ, ഐ ഗ്രാൻറ്റ് മേഴ്സി. അതിൻ്റെ പേര് മേഴ്സി പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, he deserve death, but I am not going to pronounce death. In other words, I don't give him what he deserves. That is mercy. ഇവൻ അർഹിക്കുന്നത് മരണം, എന്നാൽ ഞാൻ കരുണ കാട്ടുകയാണ്. അവൻ അർഹിക്കുന്നത് ഞാൻ അവന് കൊടുക്കുന്നില്ല. അതിൻ്റെ പേരാ കരുണ. 103 സങ്കീർത്തനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അപ്പന് മക്കളോടെന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണയുടെ വിശദീകരണമാണ് അർഹിക്കുന്ന തെറ്റിന് അനുസരിച്ച് ശിക്ഷ തരാതിരിക്കുന്നതിൻ്റെ പേരാ കരുണ. അർഹിക്കുന്ന തെറ്റിനനുസരിച്ച് ശിക്ഷ കിട്ടുമായിരുന്നെങ്കിൽ നമ്മളാരും ഇന്നിവിടെ വരികയില്ലായിരുന്നു. കരുണ. So draw near to the Father, to the throne of grace. കൃപാസനത്തിങ്കിലേക്ക് അടുക്ക്. കാരണം എന്താ? ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. അവിടുന്ന് ചോദിക്കുന്നത് എന്തും പിതാവ് തരും. എന്താണ് ചോദിക്കുന്നത്? അപ്പച്ച കരുണ കാട്ട്. On what basis, my son? പിതാവ് ചോദിക്കുകയാണെങ്കിൽ ഈ കർത്താവ് പറയും, on the basis of my cross. ഹല്ലേലൂയ. ക്രൂശ് നിമിത്തം, because I took upon myself the full wrath. ആ സകല ക്രോധം ഞാൻ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. So show him mercy. Show him mercy. മറ്റൊന്ന്, ഏത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്? വായിച്ച് അവസാനിപ്പിക്കാം. അവിടെ പറയുന്നത്, വായിച്ചോളൂ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായിപ്പാനുള്ള കൃപ പ്രാപിപ്പാനുമായി. ഇത് പറയുന്നത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പൊ എവിടെയാ നമുക്ക് കരുണയും കൃപയും വേണ്ടത്? കരുണ വേണം എന്തിന്? ഫോർ മൈ പാസ്റ്റ് സിൻസ്. പക്ഷെ എനിക്ക് കൃപ വേണം ഫോർ മൈ പ്രസന്റ് ടെംപ്റ്റേഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? കരുണ വേണ്ടത് കഴിഞ്ഞ കാലത്തെ എൻ്റെ പാപങ്ങൾക്ക് എനിക്ക് കരുണ വേണം. എന്നാ കർത്താവേ, ഞാനത് തുടരാനല്ല ആഗ്രഹിക്കുന്നത്. ഇപ്പോഴിതാ അതിനേക്കാൾ വലിയൊരു ടെംപ്റ്റേഷൻ എൻ്റെ മുന്നിൽ വന്നേക്കുക. എനിക്ക് കൃപ വേണം, എനിക്ക് കൃപ വേണം. As I draw near to the throne of grace, ആ കൃപാസനത്തിങ്കിലോട്ട് ഞാൻ അടുക്കുമ്പോൾ എന്തോ കിട്ടും? കൃപ കിട്ടും. കൃപ കിട്ടും. ആ കൃപ എന്താ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11, 12, 13 വായിച്ചോളൂ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ഭാഗ്യകരമാകുന്ന പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും
നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി രണ്ട് കാര്യങ്ങളാ: കൃപയുടെ ഉദയം, മറ്റൊന്ന് ആ കൃപയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഈ കൃപയാണ് എന്നെ നടത്തുന്നത്. ആ കൃപ എന്തോ ചെയ്യും? എന്തു ചെയ്യും? വായിച്ചു. പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും. In English it is very beautiful, the previous verses. Yeah, the grace that appeared for salvation, previous, yeah, the grace of God has appeared, bringing salvation for all people. It appeared once. Now verse 12, അടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ്. ഓക്കെ, അതല്ല, അതിന്റെ പ്രീവിയസ്. Yeah, this grace training us to renounce ungodliness and worldly passions and to live self-controlled, upright and godly lives in the present age. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ draw near to him. മനസ്സിലായോ? drawing near to him by faith. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണാതെ പോകരുത്. 10:22 അത് പറയുന്നത് ഇങ്ങനെയാണ്. 10:22, നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. വായിച്ചു. നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. എന്താ ഈ ദുർമനസാക്ഷി? ഈവിൾ കോൺഷ്യൻസ്. ദുർമനസാക്ഷി നീങ്ങുമാറ്. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ഇതെന്താ പറയുന്നതെന്നറിയാമോ? ലേവ്യ പുസ്തകത്തിലെ കാര്യമാണ്. ലേവ്യ പുസ്തകം 16:4 മുതലുള്ള വാക്യങ്ങളിലാണ്. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പേ കടന്നു വരുമ്പം ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പ് അവിടെ ഊരി വെച്ചേച്ച് അവിടെ ഒരു വെള്ളത്തിൻ്റെ കടലുണ്ട്, താമ്ര കടലുണ്ട്. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് എന്തോ ചെയ്യും? കഴുകും. കഴുകി വെച്ച് ഒരു ശണവസ്ത്രം, പുരോഹിതൻ ദൈവാലയത്തിലേക്ക് കയറാൻ ഒരു വസ്ത്രം അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേത് മാറ്റിയേച്ച് ആ വിയർപ്പോട് അതെടുത്ത് ഇടുകയല്ല, പിന്നെന്താ, ആദ്യം കഴുകിയിട്ട് ആ ശണവസ്ത്രം എടുത്ത് ധരിക്കും. അതേ ഇമേജാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഇമേജാണ് പരിശുദ്ധാത്മാവോട് പറയുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. എന്നാൽ പഴയ നിയമത്തിൽ ശരീരമേ കഴുകാൻ പറ്റുകൊള്ളായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഇറ്റ് ഡിമാൻഡ്സ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. വാട്ട്? ദുർമനസാക്ഷി ശരീരം. പഴയ നിയമത്തിൽ അതുകൊണ്ടൊക്കെ കാര്യം അല്ല, ഞാൻ സാധാരണ ഭാഷ അങ്ങ് ഉപയോഗിക്കുക, അങ്ങനൊന്നും അല്ല പഴയ നിയമം, അങ്ങനെ അല്ല. എന്നാൽ നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയുക. പഴയ നിയമത്തിൽ കുളിച്ചേച്ച് ആ കുപ്പായ ഇട്ടാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അതിനേക്കാളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദുർമനസാക്ഷി നീങ്ങുമാറ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? അതിനൊരു കാരണമുണ്ട്. 1 തിമോഥെയോസിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ചിലര് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്, അവർക്കൊന്നും വലിയ വിഷയമല്ല, മനസാക്ഷിയിലെ ശുദ്ധീകരണം ഒന്നും വലിയ കാര്യമല്ലെന്നേ, അവർ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഫൈനലി വാട്ട് ഹാപ്പൻഡ്? ദേ ഷിപ്പ്‌റെക്ഡ് their lives. അതാ വാണിങ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ആസ് വി ഡ്രോ നിയർ ടു ഹിം, ധൈര്യത്തോടെ വന്നു, പേടിക്കണ്ട. അതിൻ്റെ കാരണം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തൻ്റെ ദേഹമെന്ന തിരശ്ശീല നമുക്കായിട്ട് ചിന്തിയിട്ട്
വിശുദ്ധ സ്ഥലത്തോട്ട് നമുക്കൊരു പ്രവേശനം സാധിപ്പിച്ചതുകൊണ്ട് ധൈര്യത്തോടെ വരാം. യേശുവിലൂടെ പിതാവിനെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് കൃപ വേണം. കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് കൃപ ആവശ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ കാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് കൃപ വേണം. ഐ ഫേസ് മോർട്ടൽ ടെംപ്റ്റേഷൻസ്. വലിയ ടെംപ്റ്റേഷൻസ് ഞാൻ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് കൃപ വേണം. ലോർഡ്, ഐ ഡ്രോ നിയർ ടു യു. നോ വണ്ടർ such a life is pleasing to God. ആരും കാണാത്ത, ആരും അറിയാത്ത, ആരും സൂപ്പർവൈസ് ചെയ്യാത്ത ആ ജീവിതം ദൈവത്തിന് പ്രസാദമാണ്. എന്തുകൊണ്ട്? വിശ്വാസത്താൽ. I draw near to him.